പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സാരി വെജിറ്റബിൾസ് യൂസ് ചെയ്ത് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് വന്നതാണ്. അതിലിപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് ഡ്രോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അവർക്ക് വിചാരിക്കുന്നത് നമുക്കൊരു ഡിസൈൻ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ആ ഒരു ഡിസൈൻ നമ്മൾ വെജിറ്റബിൾസ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കോട്ടൺ സാരിയാണ് പ്രിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യണത്. അതുപോലെ അതുമ്പോൾ കുറച്ച് ഫോൾഡിങ്സ് എല്ലാം നമ്മൾ ഓൾറെഡി പാക്ക്ഡ് ഫോൾഡിങ്സ് എല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അതുമുള്ള കറക്റ്റ് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കില്ല. അതിന് പകരം അയൺ ചെയ്ത് ഫോൾഡിങ്സ് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ കറക്റ്റ് ആ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ 2 കളേഴ്സാണ് യൂസ് ചെയ്യണത്, ഒന്ന് മെറൂണും അതുപോലെ റെഡും. ഈ 2 വെജിറ്റബിൾസാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത്. ഇതിൽ ബ്ലോക്ക് ഡിസൈൻസ് കട്ട് ചെയ്തിട്ടാണ് സാരിയിൽ പ്രിന്റ് ചെയ്യണത്. ഈ ബ്ലോക്ക് ഡിസൈനെ കുറിച്ച് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ലിങ്കിൽ ചെയ്തിട്ടുണ്ട്. അതൊരു ഈസി മെത്തേഡാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഒരു ഈസി മെത്തേഡിൽ നമുക്ക് ഈ പേപ്പർ നൈഫ് വെച്ച് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ട്യൂട്ടോറിയൽ വീഡിയോയിലുള്ളത്. പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മുന്താണി പോർഷനിൽ നിന്നാണ്. ഇത് കയ്യിൽ നിന്നൊക്കെ വീണ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതാണ്ട് ഒരു 1 മീറ്റർ ഉള്ളിലാണ് മുന്താണിയുടെ ഡിസൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഫോൾഡിങ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ മുന്താണി പോർഷനായിട്ട് ഡിസൈൻ പ്രിൻ്റ് ചെയ്യുകയാണ്. പെയിൻറ്റ് പ്രിൻ്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്നത് സ്പോഞ്ചിലാണ്. സ്പോഞ്ച് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് സോഫയൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈം ലാഭിക്കാൻ പറ്റും നമുക്ക്. അതായത് ഇപ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് ഈ ബ്ലോക്ക് ഡിസൈനിൽ അപ്ലൈ ചെയ്ത് അത് പ്രിൻ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് സ്പോഞ്ചിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. മുന്താണിയുടെ ഡിസൈനുള്ള സ്പേസ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു ഈസി മെത്തേഡാണ്. തേച്ചിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈക്വലായിട്ട് ബോർഡറിൻ്റെ 2 സൈഡിൽ നിന്നും ഒരു 2 സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം അതിന് ഒരു സെൻറ്ററാക്കി വെച്ച് ഒരു ബോട്ടിൻ്റെ ക്യാപ്പ് കൊണ്ട് അതിന് ചുറ്റും ഒരു റൗണ്ട് വരച്ചെടുക്കുന്നതാണ്. അത് നമുക്ക് ചെയ്യാനുള്ള ഡിസൈന് വേണ്ടിയുള്ള ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. മൂന്ന് സൈഡ് ബോർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4ാമത്തെ സൈഡും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സെൻറ്ററിൽ മുന്താണിയുടെ ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനാണ് ഇപ്പോൾ ചെയ്യണത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സ്പേസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് റഫായിട്ടൊരു ക്ലോത്തിൽ ഇതിന് മുന്നേ നമുക്ക് ഈ ഡിസൈൻ ചെയ്ത് നോക്കിയാൽ ആ സെൻറ്റർ പോർഷൻ മാത്രം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഗ്യാപ്പ് നമുക്ക് അറിയാൻ പറ്റും. രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ പ്രിൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി മാർക്ക് ചെയ്ത ആ റൗണ്ടിന് ചുറ്റുമാണ് ഇനിയുള്ള ബ്ലോക്ക് ഡിസൈൻ പ്ലേസ് ചെയ്യണത്. അത് ഫിക്സ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു ഈക്വൽ സ്പേസ് എന്നുള്ള രീതിയിലാണ് ആ റൗണ്ട് മാർക്ക് ചെയ്തത്. അപ്പോൾ അതിന് ചുറ്റും ഓവർലാപ്പ് ആവാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ ബ്ലോക്ക് ഡിസൈൻ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സാമ്പിൾ ഒരു റഫ് ക്ലോത്തിൽ പ്രിൻ്റ് ചെയ്ത് നോക്കണം നന്നായിരിക്കും. കാരണം അതിൻ്റെ സ്പേസ് നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ കറക്റ്റ് ഈ ക്ലോത്തിലേക്ക് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി സാമ്പിൾ പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിരിക്കും. ഇപ്പോൾ കട്ട് ചെയ്യണ ബ്ലോക്ക് ഡിസൈൻ്റെ സൈസ് കുറച്ച് ചെറുതാണെങ്കിൽ ഇപ്പോൾ ഈ പ്ലേസ് ചെയ്ത 6 എണ്ണത്തിന് പകരം അത് 8 ആക്കാം. അതുപോലെ എണ്ണം നമുക്ക് കൂട്ടാം.
അപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ ആ സ്പേസ് കറക്റ്റായിട്ട് ഫില്ലായി പോവുകയും ചെയ്യും. ഇപ്പോൾ ഈ മുന്താണി പോർഷനിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉള്ളതുകൊണ്ട് അത് ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ എലിഫൻറ്റിൻ്റെ ബ്ലോക്ക് ഡിസൈൻ നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഫില്ല് ചെയ്യണത്. രണ്ട് സൈഡ് ബോർഡർ കംപ്ലീറ്റ് ചെയ്യണതിൻ്റെ ഒപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ഫോൾഡിങ്ങിലും നമ്മൾ ഓരോ എലിഫൻറ്റിൻ്റെ ബ്ലോക്ക് ഡിസൈൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ആ ബോർഡറിൻ്റെ ഒപ്പം സാരിയുടെ ഉള്ളിലുള്ള സ്പേസും ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. എണ്ണം കൂടുതലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല. വീഡിയോയിൽ പുതിയൊരു സാരി ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇതുപോലെയുള്ള ഡിസൈനിങ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സാരി ഡിസൈനിങ് വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും.